ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അൽഹംദുലില്ലാ, ഈദൊക്കെ കഴിഞ്ഞിരിക്കാവൂലേ എല്ലാവരും ഈദൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഞങ്ങളുടെ കുഞ്ഞ് ഈദ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അമ്നു ആനിയൊക്കെ പുതിയ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പെരുന്നാളായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പെരുന്നാൾക്ക് രാവിലെ എണീറ്റ് പള്ളിയിൽ പോകാനൊന്നും പറ്റിയിട്ടില്ല. കാരണം ആനിക്ക് തലേ ദിവസം രാത്രി മുതൽ ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ മുതൽ നല്ല മഴയായിരുന്നു പുറത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മക്കളെ പള്ളിക്കൊന്നും പറഞ്ഞു വിട്ടില്ല. പിന്നെ എന്നത്തെയും പോലെ തന്നെ തലേ ദിവസം പോയിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ നിന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സ് എടുക്കലും എല്ലാം കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും ഒരുപാട് ലേറ്റായി. പിന്നെ കിടക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല. സുബഹി രാവിലെ പള്ളി ഉണ്ടാവുമല്ലോ പെരുന്നാൾ നമസ്കാരത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് പള്ളിയിൽ പോയി. അപ്പോൾ മക്കൾ രണ്ടാളും പോവാത്തതുകൊണ്ട് തന്നെ ഞാനും പള്ളിയിൽ പോയിട്ടില്ലായിരുന്നു. ഇവിടെ തന്നെയാണ് നമസ്കരിച്ചത്. അങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞു എന്ന് റെൻകാക്ക വേഗം കിടക്കാൻ നിന്നു. ഇവിടെ പ്രവാസികൾ എല്ലാവരും ഏകദേശം എല്ലാവരും പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ ഒരൊറ്റ കിടത്താവും ഉറങ്ങാനായിട്ട്. പിന്നെ ഒരു ഈവനിങ്ങിലൊക്കെ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങാറുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി റെൻകാക്കാൻ്റെ ഫ്രണ്ടിനൊക്കെ ഒന്ന് ഫുഡൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഫുഡ് റെഡിയാക്കി ഞങ്ങളും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പെരുന്നാൾ ദിവസം ഒരു ഈവനിങ്ങോടുകൂടി തീർന്നു. പിന്നെ ഈവനിങ്ങിലാണ് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പാപ്പയും മക്കളൊക്കെ പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. എനിക്ക് തലേ ദിവസം പോയി എടുത്തതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവരായിട്ടൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഡ്രസ്സ് കൊണ്ടൊന്ന് ഫോട്ടോ എടുത്തതാണ് കേട്ടോ. എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ല പെരുന്നാൾക്ക്. ഇവിടെ എന്ന് പറഞ്ഞാൽ പെരുന്നാൾക്ക് ഡ്രസ്സ് കിട്ടിയാലും ഇല്ലെങ്കിലും എന്നും ഒരുപോലെയാണ്. അപ്പോൾ പിന്നെ പെരുന്നാൾക്ക് അന്ന് ഡ്രസ്സ് എടുക്കുന്നത് നമുക്ക് ഒരു പ്രത്യേക രസം തന്നെയാണ്. പിന്നെ എനിക്കന്ന് കിട്ടാത്തതുകൊണ്ട് തന്നെ നല്ല വിഷമമുണ്ടായിരുന്നു. അന്നൊരു പുതിയ ഡ്രസ്സ് ഇടാൻ പറ്റിയില്ല, പിന്നെ പള്ളിയിൽ പോകാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. റെൻകാക്ക് ഇതിന് കുറച്ച് ലീവ് ഉള്ളതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു കേട്ടോ. പ്ലാനിങ്ങിനൊന്നും ഒരു കുറവുമില്ല. പ്ലാനിങ് എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെ പ്ലാനിങ് അങ്ങനെ നടക്കും. ലാസ്റ്റ് എങ്ങോട്ടെങ്കിലുമൊക്കെ അങ്ങനെ പോകലാണ്. അതേപോലെ തന്നെയാണ് ഇപ്രാവശ്യം നടന്നത്. പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റിൽ പനിയും കൂടി വന്നപ്പോൾ ഞങ്ങൾ അന്ന് ഈവനിങ്ങിൽ ഇവിടെയുള്ള ഒരു പാർക്കിലോട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവിടെ റിയാദിൽ തന്നെ ഒന്ന് ചുറ്റിക്കറങ്ങിയേക്കാണ് കേട്ടോ. വേറെ അങ്ങോട്ടേക്കും അങ്ങനെ ലോങ് ആയിട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഈവനിങ്ങിൽ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇത് അബ്ദുള്ള പാർക്കാണ്. ഇവിടെ റിയാദിലെ ഏറ്റവും വലിയ പാർക്കാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് ലോങ് ഒന്നുമില്ല. ഞങ്ങൾ റൂമിൽ നിന്ന് ഒരു 25 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ കുറേ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നോമ്പിന് ഇതേപോലെ ഒരു ദിവസം തുറവിയൊക്കെ ഇവിടെ നടത്താമെന്ന് വിചാരിച്ചതൊക്കെ വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നോമ്പ് അങ്ങനെ പെട്ടെന്ന് തീർന്നു പോയി. അപ്പോൾ പെരുന്നാൾക്ക് ഇങ്ങോട്ടേക്ക് തന്നെ ആവാമെന്ന് വിചാരിച്ച് ഈവനിങ്ങിലല്ലേ കുറച്ച് നേരമല്ലേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇതിപ്പോൾ ഒരുപാട് വലിയ പാർക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ റിയാദിലുള്ള പാർക്കിൽ ഏറ്റവും വലിയ പാർക്ക് ഈ ഒരു അബ്ദുള്ള പാർക്കാണെന്നാണ്. ഫസ്റ്റ് വന്ന ഉടനെ തന്നെ മക്കൾക്ക് അവിടെ ഒരു സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ മക്കളെയും കൂട്ടി റെൻകാക്ക അവിടെ ഒന്ന് കൊണ്ടുപോയി കളിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയപ്പോൾ ഞാൻ ഇവിടെ പാർക്കിൽ നിലത്ത് ഒരു ഷീറ്റ് വിരിച്ച് അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അങ്ങനെ ഇരുന്ന് എല്ലാം ഒന്ന് കണ്ടിരുന്നു. പിന്നെ ഇവിടെ ഒരു സ്റ്റേജ് ഷോക്ക് ഉണ്ടായിരുന്നു. അത് സ്റ്റാർട്ടായിട്ടില്ല. ഒരുപാട് ആളുകൾ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട് കാണാനായിട്ട്. അപ്പം ഞങ്ങൾ പോരുന്നത് വരെ അവിടെ ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു റീൽസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. വലിയ പാർക്കാണെങ്കിലും അതിനൊക്കെ ഉള്ള ആളും ഉണ്ടായിരുന്നു കേട്ടോ പാർക്കിൽ. അപ്പോൾ അങ്ങനെ റീൽസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. റെൻകാക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ആനിക്കും അമ്നുവിനും ഈ ഒരു പെരുന്നാൾക്ക് ലൈറ്റ് കത്തുന്ന ഷൂ വേണമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ടാണ് കേട്ടോ പാർക്കിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റ് കത്തിച്ചിങ്ങനെ നടക്കുമ്പോൾ എല്ലാ മക്കളുടെയും കണ്ണ് ആ ഒരു ലൈറ്റിലൊക്കെ ആയിരുന്നു.
ഞാനിതേപോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ 2 കുട്ടികൾ വന്നിട്ട് ആ ഒരു ഷൂമ്മ ഇങ്ങനെ തൊട്ടിങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ നോക്കുമ്പോഴും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്ന് ഇങ്ങനെ കളിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ആ ലൈറ്റ് ഓഫ് ആക്കാനായിട്ട് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ദിവസം ഞങ്ങൾ പിന്നെ വേറെ എങ്ങോട്ടേക്കും പോയിട്ടില്ല. ആ ഒരു പാർക്കിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് പിന്നെ റൂമിലോട്ടേക്ക് തന്നെ വന്നിക്കാണ്. പിന്നെ പിറ്റേ ദിവസം പോകാമെന്ന് വിചാരിച്ചിട്ട് ഈവനിങ്ങിലല്ലേ ഇവിടെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് അങ്ങനെ തിരിച്ച് റൂമിലോട്ട് തന്നെ പോന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈദ് ഇങ്ങനെയൊക്കെയാണ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈദിൻ്റെ ആ ഒരു ദിവസം ഞങ്ങൾക്ക് വലിയ എൻജോയ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.